കൂടാതെ സംവിധായകൻ സിദ്ദിഖിന്റെ ബോളിവുഡ് ചിത്രത്തിൽ പിന്നണി പാടാൻ ഒരു സുവർണാവസരവും. കാണുന്നവന്റെ കണ്ണിലാണത്രേ സൗന്ദര്യം. കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ. മനോഹരമായ ഒരു ഗാനത്തിന്റെ കൈ പിടിച്ച് ഒരു തലം മാത്രം വിടർന്ന ചെമ്പനീർ പൂവിന്റെ മനസ്സിലേറി ഒരു മനോഹര ഗാനവുമായി ഈ വേദി കീഴടക്കാനെത്തുന്നു രാഹുൽ. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരള കാപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരള കാപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിന്റെ തുമ്പിൽ തുടിച്ചു നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരള തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു മൺചുമരിൻ്റെ നിറയിൽ നിന്നെ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ഒരു മൺചുമരിൻ്റെ നിറയിൽ നിന്നെ ഒരു പൊൻതിടമ്പായെടുത്തു വച്ചു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. രാഹുൽ, ജഡ്ജസിനോട് ചോദിക്കാം കോമന്റ്സ്. ശ്രീനി സാർ. രാഹുൽ, എനിക്ക് രാഹുലിന്റെ പാട്ട് വലിയ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഒരു സ്മൈൽ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്.
ഒരു ചിരി. ആ ചിരി പാട്ടിൽ ഞാൻ കണ്ണടച്ചപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ രാഹുൽ ചിരിച്ചാണ് പാടുന്നത്. വെരി നൈസ്. ഇത് ഒറിജിനൽ ശ്രുതിയിലാണോ പാടിയത്? ഒരു എത്രണ്ണായിരുന്നു? അപ്പോൾ 2 സെമിറ്റോൺ. ഓക്കെ, ബട്ട് ഒരെണ്ണം കൂടെ കയറ്റിയാൽ കുറച്ചും കൂടെ വൃത്തിയാണ്. മേളിൽ ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ ആ ലാസ്റ്റ് നോട്ട്? അതല്ലാതെ ഒരെണ്ണം കൂടെ കയറ്റിയാൽ എങ്ങനെയായിരിക്കും? പറയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരലിൻ്റെ തുമ്പിൽ തുടിച്ചു നിന്നു. പറയാതെ കൊക്കിൽ. രാഹുൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണോ ഇപ്പൊ ഇതില്? അതെ ആണോ? അവസാനം പക്ഷെ അവസാനത്തെ അത് കുറച്ച് പ്രശ്നമുണ്ട്. അത് മേളിൽ നോക്കല്ലേ. ഹൈ നോട്ട് പാടുമ്പോൾ മേളിലേക്ക് നോക്കുന്ന ടെൻഡൻസി ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പാടിയാൽ മതി. അതൊന്ന് ട്രൈ ചെയ്യാം ഈ ശ്രുതിയില്. മച്ച് ബെറ്റർ. അങ്ങനെ ഫേസ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴില്ലേ, മേളിലേക്ക് പാടുമ്പോൾ ഇങ്ങനെ പാടണം. കുറച്ച് കഴുത്ത് മുന്നോട്ട് വന്നാലല്ലേ അത് സ്ട്രെയിൻ തോന്നിക്കും. ഇത് നന്നായിരുന്നു. എന്തോ ഈ മേ ബി ഡി ഷാർപ്പിലും പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആ ലോവർ നോട്ട്സ് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് കേട്ട് തന്നെ. പക്ഷേ ഇതൊക്കെ വെറുതെ പറയാണ്. രാഹുൽ അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. ശരത് സർ നന്നായിരുന്നു രാഹുൽ. മോൻ പാടി എനിക്കും കുറേ ഇഷ്ടമായി. ഈ ശബ്ദത്തിൻ്റെ അത് മോനെന്ന് എന്താ പറയണ്ടേ, അത് നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ മൊത്തം കേൾക്കണം കേട്ടോ. അപ്പം മേളിൽ പാടുമ്പോഴും താഴെ പാടുമ്പോഴും നമുക്ക് എല്ലാം കേൾക്കണം കേട്ടോ രാഹുലേ. ആ ശബ്ദം അടഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ കൂടുതൽ കിടന്ന് പാടിയിട്ട്? ഇല്ല, പ്രശ്നമില്ലായിരുന്നു. നേരത്തെ പാടുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. ആണോ? ആ സ്റ്റേജിൽ മോനെ ലോ പോർഷനാണ് അണ്ണാച്ചി പറഞ്ഞ പോലെ. അവിടെ ആയിരുന്നു എനിക്ക് കുറച്ച് പ്രോബ്ലം തോന്നി, അത് കഷ്ടപ്പെടുന്നത്. പിന്നെ ചെമ്പനീർ പറഞ്ഞേ. ആ, അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം കേട്ടോ. തരള കപോലങ്ങൾ, അത് കാപോലങ്ങൾ എന്ന് പാടരുത് കേട്ടോ മോനെ. പാടുമ്പോൾ തരള കപോലങ്ങൾ എന്നേ പാടാവും. കാപോലങ്ങൾ എന്ന് ഉണ്ടാവും അതിൻ്റെ മീറ്റർ. നമ്മൾ പാടുമ്പോൾ തരള കപോലങ്ങൾ, കായ്ക്ക് ദീർഘം കൊടുക്കണം. മോനെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പാടി കേൾപ്പിക്കുമോ? ഗുഡ് ഗുഡ് ഗുഡ്, ഉടനെ മനസ്സിലാക്കും. ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. അതല്ല രാഹുലേ, ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു രാഗത്തിന്റെ ഇത് വെച്ചിട്ട് വിടർന്നൊരു ചെമ്പനീർ ആണ് കേട്ടോ. വിടർന്ന് പറയുമ്പോൾ വേറെയാണ് നോട്ട് കേട്ടോ. വിടർന്നൊരു ചെമ്പനീർ എന്നുള്ളത് കേട്ടോ. അത് ഈ കാര്യം നമ്മൾ ഈ പാട്ട് ത്രൂ ഔട്ടായിട്ട് ആ രാഗം ആയതുകൊണ്ട് ഞാനിത് പറഞ്ഞാണ് കേട്ടോ മോനെ. അത് അപ്പം അതൊന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. ഞാൻ കേൾക്കുമ്പോഴെല്ലാം അത് കറക്റ്റാണ് എന്ന് വരുമ്പോഴാണ് ആ രീ വരുന്നത്. വന്നുകൂടാന്നൊന്നുമില്ല, ആരും കേസൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അതാവാം. പക്ഷെ ഞാൻ ഈ ടോട്ടൽ ഈ ഇതിൻ്റെ ഇൻ്റർലൂഡ്സും മൊത്തം പാട്ടും ഈ രാഗത്തിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. മോനെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. എനിക്ക് വലിയ ഇഷ്ടമായി രാഹുൽ. അസലായി പാടി രാഹുൽ. നല്ല ഫീലായിരുന്നു. ഞാൻ ഈ തരള കപോല ഞാൻ എഴുതി വെച്ചിരുന്നു. കാപ്പോല എന്നുള്ള മാത്രം ഇപ്പൊ പാടി കേൾപ്പിച്ചില്ല. ബാക്കിയൊക്കെ അസലായി രാഹുൽ, അസലായി പാടിട്ടാ. താങ്ക് യു സുജാ ചേച്ചി. രാഹുൽ മാർക്സ് അറിയാം? ഓക്കെ. സുജാ ചേച്ചി. I give him 27.5. 27.5 on 30. Thank you ചേച്ചി. ശ്രീനി sir. 27.5. Thank you ശ്രീനി sir. ശരത് sir. കൊള്ളക്കൂട്ടങ്ങളായിട്ട് മാറിയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാണ്ടില്ല. 27.5 again by Sharath sir. Thank you sir. Thank you Sharath sir. 90ൽ 82.5 ആണ് രാഹുൽ മാർക്സ് കിട്ടിയിരിക്കുന്നത്. ഇനി 10ൽ എത്ര മാർക്കാണെന്ന് നോക്കാം. ഓവറോൾ പെർഫോമൻസ് 8 on 10. ഓവറോൾ സ്കോർ
90.5 on 100. ഈ പാട്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ടീച്ചറാണ് സെലക്ട് ചെയ്തതെന്ന്. അപ്പം പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നു 90 മാർക്ക് മേടിക്കണം. 90 മാർക്ക് മേടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90 കുറയരുതെന്ന് പറഞ്ഞു. 90 കുറയരുതെന്ന് പറഞ്ഞു. എന്തായാലും 90.5 ഒരു 1/2 മാർക്ക് കൂട്ടി വാങ്ങിയിട്ടുണ്ട്. അതെ. ഇനിയിപ്പോ ടീച്ചർ കാണുമ്പോ ഹാപ്പി ആവും. അതെ, ശിഫ എന്നാണ് മിസ്സിന്റെ പേര്. എന്നെ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കുറച്ചാൾ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഞാൻ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന ടീച്ചറിന്റെ ഒറ്റ ഒരു അപ്പൊ ആ ടീച്ചർക്ക് നൽകുന്ന ഒരു ഗുരുദക്ഷിണയാണ് ഈ ഒരു പാട്ട് പാടി 90.5 മാർക്സ് മേടിച്ചിരിക്കുകയാണ്. ശുഭ ടീച്ചർക്ക് വേണ്ടി സ്പെഷ്യലായി നമ്മൾ ഇതിവിടെ എടുത്തു പറയുകയാണ്. പ്രണയ പരവശയായ നായികയുടെ വികാര